സോ ഇതാണ് നമ്മുടെ ഓൾ ന്യൂ പൾസർ NS 400Z. വണ്ടി ഒരു രക്ഷയില്ല. വണ്ടി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. വണ്ടിയുടെ ഈ ഒരു റെഡ് ഡിസൈൻ, ഈ പാറ്റേൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും ഇവിടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് 400. അത് ടോട്ടൽ ക്യാരക്ടറിൽ നോക്കുവാണെങ്കിൽ നല്ല അഗ്രസീവായിട്ടുള്ളൊരു ഡിസൈനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ മോഡൽ. പിന്നെ ഫ്രണ്ട് ലുക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു ഡിസൈൻ, ഈ ഒരു LED ഹെഡ് ലാമ്പ് ഡിസൈൻ, അതുപോലെ തന്നെ പ്രൊജക്ടർ ലാമ്പ്, അക്രമം ഒന്നും പറയാനില്ല, പൊളി സാധനം. പിന്നെ പഴയ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ടും ഈ ഒരു ഡിസൈൻ പാറ്റേൺ ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫോർക്കിൽ വന്നേക്കണ ഗോൾഡൻ ഡിസൈൻ അതെനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു ബാഡ്ജിങ്, ഈ ഒരു ഡിസൈൻ ലാംഗ്വേജ് അടിപൊളിയായിട്ടുണ്ട് വണ്ടിക്ക്. പിന്നെ നമുക്ക് സീറ്റ് നോക്കുവാണെങ്കിൽ നല്ല കംഫോർട്ടുള്ള സീറ്റ് തന്നെയാണ്. ബാക്കിൽ പില്ലിയൺ അത്ര കംഫോർട്ടല്ല, റൈഡറിന് അത്യാവശ്യം നല്ല കംഫോർട്ടുള്ള സ്പോർട്ടി സീറ്റാണ്. ശരിക്കും വണ്ടിയിൽ നമ്മുടെ റൈഡേഴ്സ് ശരിക്കും ഫ്രണ്ടിലേക്ക് ഒരു സ്പോർട്ടി പൊസിഷനിൽ ഇരുന്നാൽ മാത്രമേ കുറച്ചും കൂടി നമുക്ക് നല്ലൊരു പക്കയായിട്ടിരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലച്ചും ബ്രേക്കും കുറച്ച് ഫ്രണ്ടിലേക്ക് കയറി, അതായത് നമ്മളിപ്പോൾ ഞാൻ ഇരുന്ന് കാണിച്ചു തരാം. നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്കൊന്ന് കയറ്റി പിടിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു നമ്മുടെ ക്ലച്ചും ഫ്രണ്ടിലെ ബ്രേക്കും ഡിസ്ക് ബ്രേക്കും നമുക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ. അത്ര തൊട്ടടുത്തല്ല, ഞാനത് ഇരുന്ന് കാണിച്ചു തരാം. പിന്നെ പറയുകയാണെങ്കിൽ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം കറക്റ്റായിട്ട് കാണാൻ പറ്റും എന്ന് അറിയില്ല, പക്ഷേ വണ്ടി നേരിട്ട് കാണാൻ അടിപൊളിയാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ സൗണ്ടും ഒന്നും പറയാനില്ല, അക്രമ സൗണ്ട് തന്നെ. പിന്നെ നമ്മുടെ പൾസറിൻ്റെ ഈ മോഡലിൽ ഏകദേശം മൈലേജ് എന്ന് പറയുന്നത് ഒരു 30-35 റേഞ്ചിൽ കിട്ടുമെന്നാണ് ഷോറൂമിൽ നിന്നുള്ള അപ്ഡേഷൻ. നമ്മുടെ പല വീഡിയോസിലും ഞാൻ പറയുന്ന മൈലേജ് ആക്യുറേറ്റ് അല്ലാന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഷോറൂമിൽ കൺഫേം ചെയ്തിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ റൈഡിങ് സ്റ്റൈലും ഇതൊക്കെ ആശ്രയിച്ചിരിക്കും മൈലേജിൽ കിട്ടാമെന്നുള്ള ആ ഒരു ഫിഗർ. കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ഫിഗർ കിട്ടണം എന്ന് നിർബന്ധമില്ല, അത് ഓരോ റൈഡേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ മിററിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ അടിപൊളിയാണ്. ടാങ്ക് ഡിസൈൻ പറയാനും ഒന്നും പറയാനില്ല, ഒരു ബ്ലാക്ക് തീമിലാണ് നമ്മുടെ പെട്രോൾ ലിഡ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ ബാക്കി എല്ലാ ഇതും പഴയ മോഡലിൻ്റെ സെയിം തന്നെയാണ്. സോ നമുക്ക് നേരെ എക്സോസ്റ്റ് നോട്ടിലേക്ക് നോക്കാം. എക്സോസ്റ്റ് നോട്ടാണ് ഈ വണ്ടിയുടെ കേൾക്കേണ്ട മറ്റൊരു ഘടന. എക്സോസ്റ്റ് നോട്ട് കേട്ട് ഒരു ആക്രമം സിംഫണി തന്നെയാണ്, ഒന്നും പറയാനില്ല. ഇപ്പോൾ ഈ വണ്ടി ആർക്കൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഡ്യൂക്ക് 390 എടുക്കാൻ ക്യാഷില്ല, അല്ലെങ്കിൽ ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് നോക്കാൻ പറ്റത്തില്ല, പക്ഷേ ആ സെയിം പവറും കാര്യങ്ങളും അതേ ഇതിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഞാൻ ഈ വണ്ടി 100% ഞാൻ റെക്കമെൻഡ് ചെയ്യും. സോ നമുക്കിനി നേരെ എക്സോസ്റ്റ് നോട്ട് നോക്കാം. അത് വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ടു, ലേറ്റസ്റ്റ് റൈഡ്, അതുപോലെ തന്നെ എല്ലാ അപ്ഡേറ്റഡ് ഇൻഫോർമേഷനും നമുക്ക് ഈ ചെറിയൊരു സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി ഈ ഒരു ഭാഗത്ത് കണ്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ അതിനനുസരിച്ച് നമ്മൾ ഈ ഭാഗം ഓൺ ചെയ്തു, ദെൻ ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. വണ്ടിയുടെ എക്സോസ്റ്റ് എവിടെയാണെന്നുള്ളതാണ് അടുത്ത ഒരു സർപ്രൈസിങ് ഫാക്ടർ. ഈ ഒരു ഭാഗത്താണ് വണ്ടിയുടെ എക്സോസ്റ്റ് വന്നിട്ടുള്ളത്. ആക്സിലറേഷൻ കൊടുക്കാം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് വണ്ടിയുടെ ശബ്ദം? അടിപൊളിയല്ലേ? പൊട്ടാണ് കിടന്നത് വണ്ടി. ഒരുപാട് കൈ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള അടുത്തുള്ള വീട്ടിലെ ആൾക്കാരൊക്കെ വന്ന് നോക്കും. അതുകൊണ്ട് ഈ ഒരു റേഞ്ചിൽ നമുക്ക് ആക്സിലറേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി
നമ്മുടെ ബൈക്കിൽ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കാണിച്ചു തരാം. എനിക്ക് ഹൈറ്റ് 5.7 ആണ്. നോക്കാം. എനിക്ക് കംഫോർട്ടാണ്. പിന്നെ നമ്മുടെ വണ്ടിയുടെ പവർ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ 40 PS ആണ് പവർ വരുന്നത്. അതുപോലെ തന്നെ ടോർക്ക് 35 Nm ആണ്. പിന്നെ നമ്മുടെ 400-ന് പ്രധാനമായിട്ടും 4 റൈഡ് മോഡ്സാണ് ഉള്ളത്. ഒന്ന് റോഡ്, റെയിൻ, സ്പോട്ട്, പിന്നെ ഓഫ് റോഡ് മോഡ്സാണ് വരുന്നത്. പിന്നെ മെയിനായിട്ടും വരുന്നത് ഡുവൽ ചാനൽ ABS റൈഡ് മോഡ്സാണ്. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളും വരുന്നുണ്ട്. നമ്മുടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. താങ്ക് യു.